ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. കാലത്ത് തന്നെ അണിച്ചിട്ട് ഇഷ്ടന്ന് പുറത്ത് നോക്കുമ്പോഴേക്ക് ഫുൾ ഇർട്ട് തന്നെ, കുറച്ച് കാണൂല അങ്ങനെ ക്യാമറയിൽ ഇർട്ടായതുകൊണ്ട്. നല്ല കോടമഞ്ഞ് വൈബാണ് കാണാൻ, മഞ്ഞിങ്ങനെ അടിക്കാണ്ടായി. പിന്നെ ഞാൻ കുറച്ച് നേരം കടന്ന് എന്നിട്ടൊരു ഏഴര മണിക്ക് എണിച്ചിട്ട് വന്നിട്ട് നോക്കുമ്പോഴേക്ക് ആ മഞ്ഞ് നല്ല മച്ചയിലെ കാണുന്നു. നല്ല പുരയിൽ തന്നെ ഇങ്ങനെ നോക്കിയാൽ നല്ല മച്ചയിലെ കാണുന്നു. പിന്നെ പാത്ത് സ്കൂളിലേക്ക് വേണ്ടി ഉണ്ടായി ചെറിയ ഇച്ചപ്പോൾ വർക്ക് വന്നിട്ടുണ്ടായി. ഇങ്ങനെ നോക്കുന്ന വീഡിയോ എടുക്കുമ്പോഴേക്ക് കാക്കാൻ്റെ മോന് ചെറുത്, അത് വലുത് ബാലടിക്കാൻ വേണ്ടിയിട്ട് വന്നത് സ്കൂട്ടറിൽ പോയിട്ട് ഇങ്ങനെ അവൻ്റെ കാറിൽ പോവാം. അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായി പോകാൻ വേണ്ടിയിട്ട്. രണ്ടും ഇങ്ങോട്ട് കളിച്ചോണ്ടുണ്ടായി. എന്നിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ പിരിച്ചപ്പാട്, വലുതെത്തിങ് യുദ്ധം, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി. അങ്ങനെ മൂത്തവൻ വിളിച്ചിട്ടുണ്ടായി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ കാറെടുത്ത് നേരെ ചെക്കനെ കാറിൽ കൊണ്ടുപോയി ബാലാടിയിലാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓനെ വാടാക്കിയിട്ട് നേരെ ബദിയെടുക്കാൻ പോയി. ബദിയെടുത്താണ് ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബദിയെടുക്കതാ. അപ്പോൾ ടോക്കനെ കുറേ ആയിട്ടുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റാക്കി. ഞാനിങ്ങനെ അങ്ങനെയൊക്കെ അതിന് പറഞ്ഞ് ടോക്കനെ കുറേ ആയിട്ടുണ്ട്, അപ്പോൾ കുറേ നേരം ആവും. അങ്ങനെ നമ്മൾ EMI അടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് തന്നെ നേരെ വിളിച്ചുകൊണ്ട് പോയി EMI എടുക്കാൻ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നേരെ പുരക്ക് പോയി. എല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ മരുന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അതും കഴിഞ്ഞ് പുരക്കെത്തിയപ്പോൾ ഉമ്മയുടെ നല്ല ചിക്കൻ കറി നെയ്ച്ചോറിലാക്കാണ്ടായി. എന്താ കഴിഞ്ഞാൽ ഉസ്താദിന് ചിലവുണ്ടായി. അപ്പോൾ അങ്ങനെ ഉസ്താദിന് ചിലവിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു അനിയത്തിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉമ്മാനെ വിളിച്ച് നേരെ സ്കൂളിലേക്ക് പോയി മീറ്റിങ്ങിനവിടെ. അങ്ങനെ ആടവും കുറേ നേരം വെയിറ്റാക്കി ഉമ്മാനെ വിട്ടിട്ട് അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പരിക്കുകയും ഏകദേശം ഒരു മഗ്‌രിബ് ആകുമ്പോഴേക്കും പാത്തോടെ ലൈറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടായി. അപ്പം കറണ്ട് പോയി. ഞാൻ ലൈറ്റും പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്ക് പാത്തു ഇങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു. അങ്ങനെ പാത്തോടെ എഴുതിക്കൊണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ബോൾ അതിൻ്റെ അടുക്ക് ഒരു പോസ്റ്റെല്ലാം ഇട്ടിട്ട് അതിൽ എഴുതാൻ തുടങ്ങിയിട്ട് നോക്കുമ്പോൾ ഇച്ചപ്പോൾ പാഞ്ഞുണ്ടായിട്ടുണ്ടായി. ഫോണിൽ കളിക്കാനാണ് എൻ്റെ മെയിൻ വീക്ക്നെസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള ഗൈസ്. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.